ഷാബു പ്രസാദ് ബി.ജെ.പി. നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുകയാണ്. ഷാബു പ്രസാദ്, രാജീവ് ചന്ദ്രശേഖർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവസാനം സുരേന്ദ്രൻ തന്നെ ആകുമെന്നൊക്കെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു സർജിക്കൽ സ്ട്രൈക്ക് സംഭവിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു ചോയ്സ് എത്ര കണ്ട് മികച്ചതാണ് ബി.ജെ.പിക്ക്? നോക്കൂ, ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറഞ്ഞാൽ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. അതുകൊണ്ട് തന്നെ പല താല്പര്യങ്ങൾക്കും ഉപരിയായി ഒരു മുൻവിധികളുമില്ലാതെ അദ്ദേഹത്തിന് കൃത്യമായി പ്രൊഫഷണലായി തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യാം. അതുതന്നെയാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ചത്. ഇപ്പോൾ കേരളത്തിൽ അധ്യക്ഷനാവാൻ യോഗ്യതയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരിൽ ആരെങ്കിലും ആയിക്കഴിഞ്ഞാൽ, അവരെ ആരെങ്കിലും ആക്കി കഴിഞ്ഞാൽ തന്നെ അത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ മനഃപൂർവ്വം അകത്തു നിന്നും പുറത്തു നിന്നും പലതരത്തിലുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനേക്കാൾ നല്ലത് ഇതൊന്നുമില്ലാത്ത എന്നാൽ പുതിയ പ്രൊഫഷണലായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണലായ അദ്ദേഹം തന്നെ, രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും നല്ലത് എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നി. അതിന് എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണമാണ്. കാര്യം, ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലാത്ത ഒരാൾ ഒരു പ്രധാന രാഷ്ട്രീയ കക്ഷിയെ നയിക്കുന്നു എന്നത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണത്. കേരളത്തിൽ നല്ല ദേശീയ തലത്തിൽ തന്നെ നമ്മളത് കേട്ടിട്ട് പോലുമില്ല. അത് എന്തായാലും നമ്മുടെ രാഷ്ട്രീയ കേരളത്തിലെയും രാഷ്ട്രീയ നിരീക്ഷകരെയും മാധ്യമങ്ങളെയും ഒക്കെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞാൽ മാധ്യമങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കിടന്ന് പഠിച്ച പണി 18 നോക്കുകയാണ്. ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടുന്നാണെന്നൊക്കെ അറിയാനായിട്ട്. ഒന്നും അവർക്ക് കിട്ടിയില്ല. എല്ലാവരും ഇങ്ങനെ അഭ്യൂഹങ്ങൾ പറയുന്നതല്ലാതെ ടി രമേശ്, സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, ഇവരെ ഇങ്ങനെ പല പേരുകൾ ഇങ്ങനെ പറഞ്ഞ സമയം കളയുകയല്ലാതെ ഒരു സൂചന പോലും ആർക്കും കിട്ടിയിട്ടില്ല. സൂചനയൊക്കെ ഉണ്ടായിരുന്നു ഷാബു പ്രസാദ്. കാരണം അത് ഇദ്ദേഹം തന്നെ, രാജീവ് ചന്ദ്രശേഖർ തന്നെ ഞാൻ ഈ ലിസ്റ്റിലുണ്ടായിരുന്ന കാര്യം മാധ്യമങ്ങളോട് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ആർക്കും ആകാവുന്ന പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതയുണ്ട്. ഏതൊരു ബി.ജെ.പി. പ്രവർത്തകനും പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള ഒരുപാട് പേര് ഇതിന്റെ അകത്തുണ്ട്. അതിലൊന്ന് താനും ആയിക്കൂടെ എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് അല്ലാതെ ഒരു സൂചനയും അതിന്റെ അകത്തൊന്നും ഇല്ല. ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് സുരേന്ദ്രൻ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നായിരുന്നു. എന്നല്ല ഇപ്പൊ നിങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. നിങ്ങൾക്കൊന്നും അറിയില്ലെന്നേ, നിങ്ങളൊക്കെ ശരിക്കും മണ്ടന്മാരാവുകയാണ് ചെയ്തത്. അല്ല, നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു വെല്ലുവിളി അത് എത്ര കണ്ട് വലുതായിരിക്കും? ഈ കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ അപ്പുറത്തേക്ക് ഒരാളെ പ്രതിഷ്ഠിക്കുമ്പോൾ അത് പാർട്ടിക്കകത്ത് തന്നെ ഈ രാജീവ് ചന്ദ്രശേഖറിന് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ടോ? അതോ ബി.ജെ.പി. അതിനെയൊക്കെ അനുനയിപ്പിക്കുമോ? എങ്ങനെ മനസ്സിലായില്ല? അതായത് കേരളത്തിലെ പാർട്ടി നമുക്കറിയാമല്ലോ, എല്ലാവർക്കും കൃത്യമായ ഗ്രൂപ്പുണ്ട്, നേതാക്കൾ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരാണ്. അധ്യക്ഷ ആഗ്രഹം, ആ പദവി ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്, അത് പരസ്യമായി പറഞ്ഞവരുമുണ്ട്. അവർക്കിടയിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിറങ്ങുന്നത്. സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനത്തിന് ഈ നേതാക്കളുടെ ഇടപെടലൊക്കെ തടസ്സമുണ്ടാവാൻ സാധ്യതയുണ്ടോ? അതോ ബി.ജെ.പി. അവരെയൊക്കെ അനുനയിപ്പിക്കുമോ? ഒരു കാര്യമുണ്ട്. ബി.ജെ.പി. എന്ന് പറയുന്നത് ഒരു ബഹുജന പ്രസ്ഥാനമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ടോ? ഓരോരുത്തർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും. അവർക്ക് പലർക്കും രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടാകും, അംബിഷൻസ് ഉണ്ടാകും. അതൊക്കെ പലരും പല വേദികളിൽ പറയുകയും പറയാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. കാര്യം, അതിനൊക്കെ സ്പേസ് ഉള്ള ഒരു പ്രസ്ഥാനമാണത്. എന്നാൽ വൺസ് സംഘടന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, വൺസ് അതൊരു പാർട്ടി ഡിസിഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോട് ചേർന്ന് പോവുക എന്നുള്ളതാണ് ഈ പാർട്ടി അച്ചടക്കത്തിന്റെ രീതി. അത്രമാത്രം ശക്തമായ സംഘടനാ സംവിധാനം ബി.ജെ.പിക്കുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇവിടുത്തെ ഒരു വിഷയമേ അല്ല. അതൊക്കെ വെറും ഊഹാപോഹങ്ങളും പലരുടെ ആഗ്രഹങ്ങളും മാത്രമാണ്. ശരി, വളരെ നന്ദി ഷാബു പ്രസാദ്.